വെൽക്കം ബാക്ക് വാർത്താപ്രേമികളായ എല്ലാവർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 17. ഇന്ന് നിങ്ങൾ കേട്ടിരിക്കേണ്ട പ്രധാന വാർത്തകളിലൂടെ ഒന്ന് പോയി വരാം. പ്രധാന വാർത്തകൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹിരാകാശത്ത് ഇന്ത്യയുടെ ചരിത്ര നേട്ടത്തിൻ്റെ വാർത്തയാണ് ആദ്യമായി വായിക്കാൻ പോകുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൈകോർത്ത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ 2 പേടകങ്ങൾ SDX-1, SDX-2 എന്നീ പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഈ മാസം 7-ന് ഡോക്കിംഗ് നടത്താനായി തീരുമാനിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 9-ലേക്കും പിന്നീട് 12-ാം തീയതിയിലേക്കും മാറ്റുകയായിരുന്നു. വെടിനിർത്തൽ വോട്ടെടുപ്പ് നീട്ടി ഇസ്രായേൽ. അവസാന നിമിഷം ഹമാസും ഇസ്രായേലുമായുള്ള ചർച്ചയിലെ പ്രതിസന്ധി ഗാസ വെടിനിർത്തൽ കരാറിനെ അനിശ്ചിതത്വത്തിലാക്കി. കരാറിന് അംഗീകാരം നൽകാനായി വ്യാഴാഴ്ച മന്ത്രിസഭയിൽ നടത്താനിരുന്ന വോട്ടെടുപ്പ് മാറ്റിവെച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്. നെതന്യാഹു ഉയർത്തിയ പ്രശ്നം പരിഹരിക്കാൻ ചർച്ച നടക്കുകയാണെന്നും വെടിനിർത്തൽ കരാർ ഞായറാഴ്ച തന്നെ നിലവിൽ വരുമെന്നും US പറഞ്ഞു. കരാറിലെ ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്നോക്കം പോവുകയാണെന്നും കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെടുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഇക്കാര്യം ഹമാസ് നിഷേധിച്ചു. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കുടുംബത്തിലെ 4 പേർ മരിച്ചു. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കുടുംബത്തിലെ 4 പേർ മരിച്ചു. ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത്. പൈങ്കുളം ശ്മശാനം കടവിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം. കേന്ദ്ര ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. കേന്ദ്ര ജീവനക്കാർക്കായി 8ാം ശമ്പള കമ്മീഷൻ രൂപവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കമ്മീഷൻ ചെയർമാനെയും 2 അംഗങ്ങളെയും പിന്നീട് നിശ്ചയിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 10 വർഷത്തിലൊരിക്കലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ 2026-ൽ തന്നെ 8ാം കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര ജീവനക്കാരുടെയും 67 ലക്ഷം പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളാണ് പരിഷ്കരിക്കേണ്ടത്. മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി വ്യാഴാഴ്ച സ്ഥാനമേറ്റു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എറണാകുളം സ്വദേശിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ 2013-ലാണ് സ്ഥിരം ജഡ്ജിയായത്. വമ്പൻ സാമ്രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾ ഇനിയില്ല. അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായ ഹിൻഡൻബർഗ് റിസർച്ച് പ്രവർത്തനം അവസാനിപ്പിച്ചു. സ്ഥാപകൻ നഥാൻ ആൻഡേഴ്സണാണ് ബുധനാഴ്ച ഇക്കാര്യം വ്യക്തമാക്കി പ്രഖ്യാപനം നടത്തിയത്. ഏതാനും നാളുകളായി കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഈ കാര്യം ചർച്ച ചെയ്തു വരികയായിരുന്നെന്നും നിലവിൽ പദ്ധതിയിട്ടിരുന്ന അന്വേഷണങ്ങളെല്ലാം പൂർത്തിയായി. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്നും നഥാൻ ആൻഡേഴ്സൺ പറയുന്നു. റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് വ്യാഴാഴ്ച അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വില ഉയർന്നു. 2023 ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ആരോപണം പുറത്തുവന്നത്. കമ്പനി അക്കൗണ്ടിങ്ങിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം. സൈബർ തട്ടിപ്പിൽപ്പെട്ട് മുൻ ജഡ്ജിയും. സൈബർ തട്ടിപ്പിൽ പോയത് 90 ലക്ഷം. സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ട് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്ക് പണം നഷ്ടമായി. തൃപ്പൂണിത്തറ ഏരൂർ അമൃത ലൈൻ സ്വപ്നത്തിൽ ശശിധരൻ നമ്പ്യാർക്കാണ് പണം നഷ്ടമായത്. ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിൻ്റെ പേരിൽ 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് എന്ന പേരിലുള്ള ഓഹരി വിപണി സംബന്ധിച്ച വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അദ്ദേഹത്തെ അംഗമാക്കുകയായിരുന്നു. തുടർന്ന് പണം നിക്ഷേപിച്ചാൽ 850% ലാഭം ലഭിക്കുമെന്ന വാഗ്ദാനവും ഉണ്ടായി. ഗ്രൂപ്പിൽ തന്നെ പങ്കുവച്ച ലിങ്കിലേക്ക് ജഡ്ജി പണം കൈമാറുകയും ചെയ്തു. നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജഡ്ജിയുമായി ബന്ധപ്പെട്ട അയന ജോസഫ്, വർഷ സിംഗ് എന്നിവരുൾപ്പെടെ പേരിൽ കേസെടുത്തു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേസ് സൈബർ പോലീസിന് വൈകാതെ കൈമാറുമെന്ന് ഹിൽ പാലസ് പോലീസ് അറിയിച്ചു.
കമ്പോള നിലവാരം. കുരുമുളകിന് 300 രൂപ കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ കൂടി. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് 300 രൂപ കുറഞ്ഞു. വില 64,200 രൂപയായി. ഗാർബിൾഡ് 66,200 രൂപയും വെളിച്ചെണ്ണ ക്വിൻ്റലിന് 100 രൂപ വർദ്ധിച്ച് 22,600 രൂപയിലും എത്തി. പ്രീമിയർ ലീഗിൽ പിരിമുറുക്കം. ലിവർപൂളിന് ഭീഷണി ഉയർത്തി ആഴ്സണൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മുന്നിലുള്ള ലിവർപൂളിന് ആഴ്സണലിൻ്റെ വെല്ലുവിളി. ടോട്ടനത്തെ കീഴടക്കിയതോടെ കിരീട പോരാട്ടത്തിൽ ആഴ്സണലിനും സാധ്യത തെളിയുകയാണ്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് വ്യാഴാഴ്ച ടോട്ടനത്തെ ഗണ്ണേഴ്സ് വീഴ്ത്തിയത്. ഇതോടെ 1-ാം സ്ഥാനത്തുള്ള ലിവർപൂളുമായുള്ള ആഴ്സണലിൻ്റെ പോയിൻ്റ് വ്യത്യാസം 4 കുറച്ചു. ദേശീയ ഗെയിംസ്. ബാസ്കറ്റ്ബോൾ ടീമായി ജീന PS ടീമിൽ. ഉത്തരാഖണ്ഡിൽ 28-ന് തുടങ്ങുന്ന ദേശീയ ഗെയിംസിനുള്ള കേരള ബാസ്കറ്റ്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര താരം ജീന PS ടീമിൽ തിരിച്ചെത്തി. ഇതോടെ ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.